Hello everyone, welcome to Vaishna's Career Hub. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സിനെ കുറിച്ചിട്ടാണ്. ഗവൺമെന്റ് വേഴ്സസ് പ്രൈവറ്റ്. ഗവൺമെന്റിലും പ്രൈവറ്റിലും ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്, എന്ത് ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, സാലറി, പെർക്സ്, ഗ്രോത്ത്, ഇതിനെക്കുറിച്ചെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ടോപ്പിക് ഫ്യൂച്ചർ കരിയറിൽ സൂപ്പർ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക, അവസാനം വരെ കാണുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബിന്റെ മെയിൻ റോൾ ഹോസ്പിറ്റൽ സ്മൂത്ത് ആയി റൺ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻസ് ടൈംലി കെയർ ലഭിക്കണം, സ്റ്റാഫ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം, ബില്ലിംഗ് ആൻഡ് റെക്കോർഡ്സ് കറക്റ്റ് ആയിരിക്കണം, അതുപോലെ ഹോസ്പിറ്റൽ റിസോഴ്സസ് വേസ്റ്റ് കൂടാതിരിക്കണം. നമ്മൾക്കിനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലുള്ള റോള് നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാം. വലിയ ഹോസ്പിറ്റൽസ് ആയിരിക്കും, സ്റ്റഡി ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും, അതുപോലെ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും, കാരണം പെൻഷൻ ഉണ്ട്. വർക്ക് ചിലപ്പോൾ സ്ലോ ആയിരിക്കും, ബ്യൂറോക്രസി കാരണം. അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ വർക്കിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മോഡേൺ ഹോസ്പിറ്റൽസ് ആയിരിക്കാം, അതുപോലെ ന്യൂ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള എൻവയൺമെന്റ് ആയിരിക്കും, ഹൈ പേയ്മെന്റ് ഉണ്ടാകും, ഇൻസെന്റീവ്സ് ഉണ്ടാകും, പക്ഷേ ജോബ് സ്റ്റെബിലിറ്റി അത് കുറവായിരിക്കും. ഇനി നമുക്ക് സാലറിയെ കുറിച്ച് നോക്കിയാലോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ടിംഗ് സാലറി മോഡറേറ്റ് ആണ്, ബട്ട് റെഗുലർ ഇൻക്രിമെന്റ്സ് ഉണ്ടായിരിക്കും. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കും. Example, starting around 25,000 to 35,000 per month for entry-level admin jobs in Kerala government hospitals. Private hospitals ലാണെങ്കിലോ സ്റ്റാർട്ടിംഗ് തന്നെ സാലറി ഹൈ ആയിരിക്കും, around 30,000 to 50,000 or more depending on hospitals. പെർഫോമൻസ് ബോണസുകളും ഉണ്ടായിരിക്കും. ഇനി സിമ്പിൾ ആയിട്ട് പറയാം, സ്റ്റേബിൾ ലൈഫ് വേണോ, നിങ്ങൾക്ക് ഗവൺമെന്റ് ചൂസ് ചെയ്യാം. ഫാസ്റ്റ് ഗ്രോത്ത്, ഹൈ പേ വേണോ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യാം. അടുത്തതായി വർക്ക് എൻവയൺമെന്റ് ചെക്ക് ചെയ്യാം. വർക്ക് എൻവയൺമെന്റും ബിഗ് ഫാക്ടറാണ്. ഗവൺമെന്റിൽ റൂൾസ് സ്ട്രിക്റ്റ് ആയിരിക്കും, ഹൈറാർക്കി ഉണ്ടായിരിക്കും, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആകാനും സാധ്യതയുണ്ട്, പക്ഷേ വർക്ക് പ്രഷർ കുറവായിരിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ മോഡേൺ ഓഫീസസ് ഉണ്ടായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, ടെക്നോളജികൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതുപോലെ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങും നടക്കും. ചാലഞ്ച് നോക്കുകയാണെങ്കിൽ ഹൈ എക്സ്പെക്ടേഷൻസ്, ലോങ് അവേഴ്സ്, അതുപോലെ പെർഫോമൻസ് പ്രഷർ, ഇതൊക്കെ നമ്മൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ് അവരുടെ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യുന്നത് സമയത്തിനായിരിക്കും, പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിൻ ജോബ്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർക്ക് ബിസി ആണെങ്കിൽ ലേറ്റ് ആയിട്ടൊരു വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ന്യൂ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ലോങ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. അടുത്തതായി കരിയർ ഗ്രോത്തിനെ കുറിച്ചിട്ട് പറയാം. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ പ്രൊമോഷൻസ് മോസ്റ്റ്ലി സീനിയോറിറ്റി ബേസ്ഡ് ആണ്. ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസും വർക്ക്ഷോപ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും ജോബ് സെക്യൂരിറ്റിയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആണ് നടക്കുന്നത്. ബോണസും അതുപോലെ ഓവർസീസ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്കുണ്ടാകും. ഫാസ്റ്റ് കരിയർ ഗ്രോത്തും നിങ്ങൾക്കുണ്ടാകും, നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ. അപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ജോബ്സിൽ സ്റ്റെബിലിറ്റി, പെൻഷൻ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും. പ്രൈവറ്റ് ജോബ്സ് ആണെങ്കിൽ ഹൈ പേ, ഇൻസെന്റീവ്സ്, ഫാസ്റ്റ് ഗ്രോത്ത് ആൻഡ് റെക്കഗ്നിഷൻ ഉണ്ടായിരിക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ വേണോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ വേണോ എന്നത്. ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ സേഫ്റ്റിയും സ്റ്റേബിൾ ലൈഫും ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്തും കൂടുതൽ പേയും കിട്ടും. സ്ട്രെസ് ഹാൻഡ്ലിംഗ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ചിലപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ ലൊക്കേഷൻ, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ, ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ്, ഇവയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. സോ ഫ്രണ്ട്സ്, ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ്, ഇതിൽ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ശ്രദ്ധയോടുകൂടി ആലോചിച്ചു വേണം ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്.
മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മൾക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ വൈഷ്ണവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.